ഇന്ന് നമുക്ക് എളുപ്പത്തിനൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. സവാള വഴറ്റുന്നത് മാത്രമേ ഉള്ളൂ ഇതിൽ കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സായിട്ടുള്ളത്. ചിക്കൻ കറിക്ക് വേണ്ട മസാലയ്ക്കായിട്ട് നമുക്ക് 3 മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഒരു ചോപ്പറിനകത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചോ എടുക്കാം. ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായി കളറ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. കളറ് മാറി വന്ന സവാളയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം സൈസ് പഴുത്ത തക്കാളി ചോപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായി വെന്തുടയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം. അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ അടച്ച് വെച്ച് 20-25 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോ സ്ഥലത്തെയും ചിക്കൻ്റെ വേവ് വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ച് വറ്റിച്ചെടുക്കാം. ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.